തൃശൂർ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തം. 65 വർഷം പഴക്കമുള്ള കെട്ടിടം സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഭീഷണിയാകുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് പൊളിക്കാത്തത് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. തൃശൂർ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 65 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഭീഷണിയാകുകയാണ്. സാനു, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞോളൂ. ഈ സ്കൂള് വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ നാട്ടുകാർക്കും ഭീഷണിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നാണ് ഈ 65 വർഷം പഴക്കമുള്ള മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് 65 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഇതുവരെ പൊളിച്ചു നീക്കാൻ വേണ്ടി ഇതുവരെ അധികൃതരാരും തയ്യാറായിട്ടില്ല. ഈ സ്കൂൾ കെട്ടിടം തകർന്നു വീണിട്ടുള്ള അപകടങ്ങളടക്കം പതിവാകുമ്പോഴും ഈ കുട്ടികൾക്ക് ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ഈ സ്കൂളിലെ രക്ഷിതാക്കളിൽ നിന്നടക്കം അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 65 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം മൊത്തം, അതായത് സിമെന്റ് ഇളകി വീണതിനെ തുടർന്ന് ഈ കമ്പികളടക്കം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് മുൻകാലങ്ങളിലൊക്കെ ഈ സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെമ്പർമാർ അടക്കം പരാതിയൊക്കെ നൽകിയെങ്കിലും അതിനു വേണ്ടിയിട്ട് ആരും തയ്യാറായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് വാർത്ത ചെയ്തതിനെ തുടർന്ന് ഇന്ന് ജനൻ ടി വി സംഘം എത്തുന്നത് കണ്ടതാണ് ഇവർ ഈ സമീപത്ത് ഇത്തരത്തിലൊരു ബോർഡ്, നോ എൻട്രി, പ്രവേശനമില്ല എന്നടക്കമുള്ള ബോർഡുകൾ അടക്കം സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, പൂർണ്ണമായിട്ടും ഏത് നിമിഷം വേണേലും തകർന്നു വീഴാവുന്ന നിലയിലാണ് നിൽക്കുന്നത്. അതായത് ഈ കെട്ടിടത്തിന് തൊട്ട് സമീപത്താണ് LP വിഭാഗം പ്രവർത്തിക്കുന്നത്. കുഞ്ഞു കുട്ടികളടക്കം പഠിക്കുന്ന സ്കൂളാണ്. അതായത് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ആ മുൻഭാഗത്ത് ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ കാലപ്പഴക്കത്തെ തുടർന്ന് ഇവിടുന്ന് കുട്ടികളെ മാറ്റിയെങ്കിലും ഈ കളിക്കുന്ന സമയത്തടക്കം കുട്ടികൾ ഇവിടേക്ക് ഓടിയെത്തുന്നു. ഒപ്പം തന്നെ ഈ സ്കൂളിന്റെ തൊട്ട് മുൻഭാഗത്തുള്ള റോഡിലാണ്, ഈ സ്കൂളിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇവർ ഈ ബസ്സുകളടക്കം കയറാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളടക്കം കയറുന്നതിന് വേണ്ടി ക്ലാസ് വിടുമ്പോഴും ഒപ്പം തന്നെ രാവിലെ വരുമ്പോഴും ഒക്കെ കുട്ടികൾ കാത്തു നിൽക്കുന്ന ഇവിടെയാണ്. എന്തായാലും ഇതുവരെ ഈ പ്രദേശം മാറ്റുന്നതിന് വേണ്ടിയിട്ടല്ല, ഇവിടെ സുരക്ഷിതമായിട്ടൊരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. അത് പലകുറി പരാതിപ്പെട്ടെങ്കിലും അതിനോട് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പല സർക്കാർ സ്കൂളുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്.